എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ലൊരു നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ചിക്കൻ കറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും, 1/2 കിലോ ചിക്കനും, 1 തക്കാളിയും, 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, കുറച്ച് കറിവേപ്പിലയുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്തത് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും, അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം നല്ലതുപോലെ ഒന്ന് മാറി കിട്ടണം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഞാനിത് ആദ്യം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചട്ടി നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും, പെരുംജീരകപ്പൊടിയും, ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ പാകത്തിന് നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 2 സവാളയും 1 തക്കാളിയും ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഈ മസാലയും ചിക്കനും ഒക്കെ ആയിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഈ മസാലയും ചിക്കനും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാനൊരു 15 മിനിറ്റിന് ശേഷം ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ദേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിൽ നല്ല നാടൻ രീതിയിൽ ഒന്ന് ചിക്കൻ കറി തയ്യാറാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്